ഹായ് ഗെയ്സ്, നമ്മളിപ്പോൾ മാങ്കുളത്ത് മുക്കവനാട്ട് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചെറിയ സിറ്റിക്ക് സമീപമാണ് നിൽക്കുന്നത്. നമുക്ക് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം കാണുവാനാണ് പോകേണ്ടത്. ഈ സിറ്റിയിൽ നിന്നും വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആനക്കുളം, കുവൈറ്റ് സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് പോകുവാൻ സാധിക്കുക. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇതാ ആ ബൈക്ക് പോകുന്ന വഴിയിൽ കൂടി നമ്മൾ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളറ്റത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും അതാ ആ കാണുന്ന ഒരു റോഡിൽ കൂടി കുറത്തുകുടി ഭാഗത്തേക്ക് ജീപ്പ് സവാരി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. വെള്ളം കുറയുന്ന സാഹചര്യത്തിലേ പോകുവാൻ സാധിക്കൂ. ഇതാണ് പെരുമ്പൻകുത്ത് സിറ്റി. എന്നൊന്നും പറയാനില്ല കേട്ടോ. 2-3 മാടക്കടയെല്ലാം വെച്ച് ഒരു ചെറിയ സിറ്റി. വെള്ളച്ചാട്ടം കാണുവാൻ നമ്മൾ ഒരു 10 രൂപയുടെ കൂപ്പൺ ഇവിടുന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് പോവുകയാണ്. ഇവിടെ പുഴയിലേക്ക് ഇറങ്ങുവാൻ പാടില്ല എന്നുള്ള ഒരു അപകട മുന്നറിയിപ്പെല്ലാം വച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു 50 മീറ്റർ നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിച്ചേരുവാൻ സാധിക്കും. ഇവിടെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അതിവിപുലമായ ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വെള്ളച്ചാട്ടം കാണുവാൻ വരുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഗ്യാലറിയെല്ലാം കെട്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്യാലറിയിൽ ഒന്ന് കയറി നോക്കാം. ഇതാണ് ഗ്യാലറി. ഇവിടെ നിന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കുവാൻ സാധിക്കും. ഇവിടെ അനേകം മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കരുത്. പുഴയിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. ഏകദേശം 600-700 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. കാണുവാൻ വളരെ മനോഹരമാണെങ്കിലും ഏറ്റവും അപകടം പിടിച്ച ഒരു പ്രദേശമാണ് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ സമീപ പ്രദേശങ്ങളെല്ലാം. അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾ 100% ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ ഇതിനോടകം അനേകം മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത്രമേൽ വലിയൊരു മുൻകരുതൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ ചെറുതും വലുതുമായി ആയിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. അതിൽ ഭൂരിഭാഗവും മാങ്കുളം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വെള്ളച്ചാട്ടം പോലെ തന്നെ അതിമനോഹരമാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വനപ്രദേശങ്ങളും. ഇത് ഞരള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം കാട്ടുവള്ളിയാണ്. ഇതിന് ഈടും ഉറപ്പും വേണ്ടുവോളുമുണ്ട്. സാഹസികനായ ഒരാൾക്ക് ഒരു മരത്തിൽ നിന്നും
മറ്റൊരു മരത്തിലേക്ക് ഈ വള്ളിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കും. പതഞ്ഞ് പരന്നൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത എത്ര കണ്ടാലും നമുക്ക് തൃപ്തിയാവില്ല. ഇത്രമേൽ ഭംഗിയുള്ളത് കൊണ്ടാണ് ഒരു തവണ കണ്ടവർ വീണ്ടും വീണ്ടും ഈ വെള്ളച്ചാട്ടം കാണുവാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിനോട് തൽക്കാലം വിട പറഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഇവിടെ നിന്നും ഈ പാലം കടന്നാൽ കുറത്തിക്കുടി സെറ്റിൽമെൻറ്റ് കോളനിയിലേക്കാണ് എത്തപ്പെടുന്നത്. ഇതാണ് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളറ്റം. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടർന്നു. ഇത് 6-ാം മൈൽ ഭാഗമാണ്. ഇവിടെ ഒരു തൂക്കുപാലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ തൂക്കുപാലമാണ്. ഇതിൽ ഒരേ സമയം 5 പേരിൽ കൂടുതൽ കയറുവാൻ അനുവദിക്കില്ല. രണ്ടോ മൂന്നോ കടകൾ മാത്രമുള്ള ഒരു ചെറിയ സിറ്റിയാണ് 6-ാം മൈൽ. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം 33 വെള്ളച്ചാട്ടമാണ്. ഞാൻ അവിടേക്ക് യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ 33 വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇത് ഒരു ചെറിയ പാലമാണ്. ഈ പാലത്തിൽ നിന്നാൽ 33 വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത നമുക്ക് ഭാഗികമായി ആസ്വദിക്കുവാൻ സാധിക്കും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു 10 മീറ്ററോളം നടക്കേണ്ടതായിട്ടുണ്ട്. വഴി അല്പം മോശമാണ്. വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. വലുതും ചെറുതുമായ അനേകം വെള്ളച്ചാട്ടങ്ങൾ കൂടിച്ചേർന്നതാണ് 33 വെള്ളച്ചാട്ടം. നമുക്കിനി വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തേക്കൊന്ന് പോയാലോ? മഴ പെയ്ത് കല്ലുകളെല്ലാം പായൽ നിറഞ്ഞതാണ്. തെന്നി വീഴാതെ സൂക്ഷിക്കണം.
നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്ത് എത്തിച്ചേർന്നു. മുകളിൽ നിന്നും 2 ഭാഗങ്ങളായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ നോക്കിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.